നിരീക്ഷണം ശക്തിപ്പെടുത്തി കടുവയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. നടപടിയുടെ ഭാഗമായി മയക്ക് വെടിവെക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നേരെ അതിനെ ഒരു വന്യമൃഗത്തെ കാണുമ്പോൾ നേരെ വെടിവെക്കുമ്പോൾ അല്ലെങ്കിൽ വെടിവെക്കാൻ പോകുന്നവല്ല. അല്ല, അതിനൊന്നൊരു പ്രശ്നമില്ല. അത് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യജീവി ആക്രമണം മൂലമുള്ള മരണം നാമമാത്രമായി ചുരുങ്ങിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആനയും കടുവയും ആക്രമിച്ചതിൻ്റെ ഫലമായി ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സർക്കാരിന് മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത്. വ്യക്തികൾക്ക് സഹായം നൽകുന്ന പോലെ ഗവൺമെൻറ് നൽകാൻ പറ്റില്ല. നിലവിലുള്ള നിയമത്തിനും തീരുമാനങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയൂ. അത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അറിവുള്ളതാണ്. ഈ നടപടിക്രമമായി പാലിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഗവൺമെൻറ്റിന് അതാരായിരുന്നാലും, പഞ്ചായത്തായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചില പ്രത്യേക പരിഗണനകൾ മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ ഇന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ജോലി സാധ്യതയുള്ളത് അവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്നോ നാളെയോ യോഗം ചേർന്ന് സ്ഥിതിഗതികളാകെ വിലയിരുത്തി പ്രസ്തുത പ്രദേശങ്ങളിൽ ഇപ്പോൾ ചെയ്യുന്നതിന് പകരം എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, DF ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ സഹായവും അടിയന്തരമായി ആ കുടുംബത്തിന് നൽകാൻ കഴിയും. താൽക്കാലിക ജോലി നൽകുന്നതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി DFയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോലി കൊടുക്കുന്ന കാര്യത്തിനും അനുഭാവപൂർണ്ണമായ നിലപാടാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമമനുസരിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് ഞാൻ നേരത്തെയും അപേക്ഷിക്കാറ്, ഇപ്പോഴും ഞാൻ അപേക്ഷിക്കുന്നു. ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കാലതാമസം വഴിയാതെ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ കളക്ടർ ഈ 3 ദിവസമായി സത്യപ്രതിജ്ഞ വന്നു. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരാകുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മനഃപൂർവ്വമല്ല, അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ഇന്നാണിപ്പോൾ എല്ലാ ജില്ലകളിലും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പ്രതിജ്ഞ എടുക്കുന്നത്. അതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിക ജില്ലാ കളക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം അവർക്കുണ്ട്. ഇനിയും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗവൺമെൻറ്. അല്ല, പിടികൂടാൻ ആവശ്യമായ എന്താണ് വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ. അല്ല, അങ്ങനെയല്ല. അതിന് നമ്മളിത് ഒരുപാട് കണ്ടതാണല്ലോ. കടുവകളെയായാലും ആദ്യം ചെയ്യുന്നത് പിടികൂടാനാണ്. പിടികൂടി അതിനെ പരിശോധിച്ച് രോഗമെന്തെങ്കിലും ഉണ്ടോ എന്ന് നിർണ്ണയിച്ച് അതിന് ചികിത്സ കൊടുത്ത് അതിനെ കാട്ടിലേക്ക് വിടാൻ മാത്രം ആരോഗ്യമുണ്ടെങ്കിൽ കാട്ടിലേക്ക് വിടും. ഇല്ലെങ്കിൽ നമ്മൾ നരഭോജിയാണ്. പക്ഷെ എന്നാലും അതിനെ ആദ്യം ഇങ്ങനെ ചെയ്യാം. അത് ആദ്യം പിന്നെ വെടിവെക്കണമെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്കാലം നിരന്തരമായ ഒരു തീവ്രയത്ന പരിപാടി നിങ്ങളൊക്കെ സാക്ഷികളായതാണ്. പ്രശംസനീയമായ വിധത്തിലുള്ള. പക്ഷേ എന്ത് പറ്റി? അനുയോജ്യമായ സ്ഥലത്ത് കണ്ടുകിട്ടിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.